ثم لا يموت فيها ولا يحيا قد أفلح من تزكى. നഫ്സിനെ ശുദ്ധിയാക്കിയവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയും കേൾക്കുക. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. നഫ്സിനെ ശുദ്ധിയാക്കിയതിനു ശേഷം ദിക്ർ ചൊല്ലിയവരും നിസ്കരിച്ചവരും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. നിങ്ങൾ ഐഹിക ജീവിതത്തിനെയാണ് വില കൽപ്പിക്കുന്നത്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ആഖിറമാണ് ഖൈർ, അതാണ് നിലനിൽക്കുക. ഇതാണ് എസൻസ് ഓഫ് ദി ലൈൻസ് ഓഫ് ഖുർആൻ. ഖുർആന്റെ ആയത്തുകളുടെ മൊത്തം എസൻസ് ഈ വാക്കാ. അല്ലാഹുവിന്റെ കലാമാണിത്. ദലാഗത്തക്കൽ ടോട്ടൽ കിട്ടലത. നിങ്ങൾ എന്ത് നന്നായിക്കൊള്ളി, സ്വന്തം നഫ്സിനെ ശുദ്ധിയാക്കി, എന്നിട്ട് ദിക്റും തസ്ബീഹൊക്കെ ചൊല്ലിക്കൊള്ളി. നിസ്കാരത്തിന് ദിക്റിന് മുന്തിക്കല്ല, പിന്തിക്കരുത്. ഖദ് അഫ്ലഹ പറയും കുട്ടികളെ, ഖദ് അഫ്ലഹ മൻ തസക്ക. സ്വന്തം നഫ്സിനെ ശുദ്ധിയാക്കിയവർ വിജയിച്ചു. വദക്കറ സ്മ റബ്ബി, എന്നിട്ടും റബ്ബിന്റെ ഇസ്മിനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞു. ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തു. എന്തിനു ശേഷം? എന്തിനു ശേഷം? നഫ്സ് ശുദ്ധിയാക്കണം. ഈ മജ്ലിസിൽ നിന്ന് ഞാൻ അനവധി വട്ടം പറഞ്ഞ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ വന്ന ഒരു മനുഷ്യൻ 30 കൊല്ലം ദിക്ർ ചൊല്ലിയിട്ടും ഒരു മാറ്റം ഉണ്ടാകാതെ വന്നപ്പോൾ എനിക്ക് മാറ്റത്തിന്റെ ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. പലവട്ടം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദാദന്നബിയുടെ ഇബ്ലീസിന്റെ കഥ പറഞ്ഞ മാതിരി പിന്നെ ഞാൻ ഖുർആനിൽ പറഞ്ഞതുപോലെ പിന്നെ ഇത് പറയണം. എന്തിന്? അതൊരു വലിയ മർമ്മമുള്ള വാക്കാണ്, ഒരു സംഭവമാണ്. എത്ര കൊല്ലം ദിക്റിൽ? 30 കൊല്ലം. 30 ചെറിയ കാലമല്ലല്ലോ. മുസ്തഫാന് പിന്നെ 23. ഇയാൾ 30 കൊല്ലം ദിക്റനില്ലേ. എന്നിട്ട് എനിക്കൊരു വ്യത്യാസം ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ പഴയമായി തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്ന് മാറ്റം ഉണ്ടാവും. ഇന്ന് ഇവിടെ നോക്കിയാൽ എനിക്ക് അർശക്ക് കാണാൻ കഴിയും. ഒരു പണി ഞാൻ പറഞ്ഞു ചെയ്യണം. അയാൾ ഒരു ഏരിയയിലെ കാലിൽ കുലാത്താണ്. കാലിമാരെയും കാലിയാണ്, ജഡ്ജിമാരുടെയും ജഡ്ജിയാണ്. വലിയൊരു ഔലിയപ്പാപ്പയാണ്. ഒരു തലയെക്കെട്ട് പോകാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ വേറൊരു പച്ചൻ്റെ ഒല്ലി തോട് കൂടിയിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ വേറൊരു ഒല്ലിയും കൂടി തലയെ കൂടിയിട്ടിട്ട് പിന്നെ ഈ തോളിലും വേറെ ഈ തോളിലും ഒക്കെ ഈ 2 ഒല്ലിയും കൂടി വേറെ ഇടാവുന്ന കോലത്തിൽ, അതിൽ മാത്രം ആജാതി കോലത്തിൽ നടക്കാൻ പറ്റിയ ഒരാളാണ്. കാരണം ചെറിയ കഥയൊന്നുമല്ല, വലിയ കഥയാകുമ്പോൾ അതിനനുസരിച്ച് ഏറ്റണമല്ലോ. അങ്ങനെ ഏറ്റണ ഒരാളാണ്. മഹാനാക്കുക എന്ന് പറഞ്ഞാൽ തുണി കുപ്പായി ഏറ്റനാണല്ലോ അതിൻ്റെ മേന. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാറും. ഇത് ചെയ്യൂലാറും. ഇത് ചെയ്യൂല. അല്ല ഞാൻ ചെയ്യും. നിങ്ങളെന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. നിങ്ങളുടെ ഷെയ്ഖല്ലേ ഞാൻ ചെയ്യണ്ടേ? ചെയ്യും. നിങ്ങളെന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. നിനക്ക് 30 കൊല്ലം ഉണ്ടാകാത്തത് ഇന്ന് ഞാൻ ഉണ്ടാക്കി തരും. ഇന്ന് നിനക്ക് ഭൂമിയിലുണ്ടിരുന്നാൽ അർശനെ നോക്കിയിട്ട് വായിക്കാനാണ് കഴിയും. അവിടേക്ക് ചെന്നെത്തു. ഞാൻ പറഞ്ഞ പണി ചേർക്കണം. എന്താന്ന് ചോദിച്ചു. ഇത് ചെയ്യൂല എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത്? ഇജ കാതിൽ കുളാത്തായ നാട്ടിൻ്റെ കേന്ദ്രത്തിൽ പോകുക. അവിടുത്തെ അങ്ങാടിയിൽ ഇറങ്ങുക. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇജി എൻ്റെ തുണിയും കുപ്പായൊക്കെ അയച്ചു മാറ്റുക. ഒരു ചാക്ക് കൊടുക്കുക. ഒരു ചാക്ക് കൊടുക്കുക. ഔറത്ത് മറിയാൻ മാത്രം ഒരു ചാക്ക് കൊടുക്കുക. ചാക്ക് മനസ്സിലായില്ലേ? ഒരു ചാക്ക് കുത്തഴിച്ച് ചാക്ക് തുണിയാക്കി കൊടുക്കുക. കഴുത്തിൽ ഒരു കീസ് കെട്ടിത്തൂക്കുക. അതിൽ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം പോലത്തെ ലൗസ് പോലത്തെ സാധനങ്ങളെല്ലാം അതിൽ നിറക്കുക. ഇതെൻ്റെ താടി പഠിക്കുക. താടിയൊക്കെ ഫുള്ള് പഠിക്കുക. ക്ലീൻ ഷേവ്. ലോകം കണ്ട മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക്? ഒരു കാതിൽ കുളാത്തിന്. പല താടിയും പഠിക്കുകയാണ് നല്ലത് എന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആ താടിയാണ് ഇസ്ലാമിനൊരു തടസ്സം. താടി പഠിച്ചാൽ അത്ര ഇസ്ലാമിന് നഷ്ടം ഉണ്ടാവില്ല. ചില താടി കൊണ്ടാണ് ഇസ്ലാമിനെ ജനങ്ങൾ അവമതിക്കുന്നത്. അതും ഇതിൽ നിന്ന് അതിൻ്റെ വകയാണ്. അത് അബൂ യസീദിൻ്റെ വകയല്ല, എൻ്റെ വകയാണ്.
അപ്പൊ ഈ എന്ത് ചെയ്യാ, ഈ കാതിൽ കുലാത്തായ നാട്ടിന്റെ കേന്ദ്രത്തിൽ ഇറങ്ങുക, താടി വടിക്കുക, തുണി കുപ്പായം മാറ്റി ചാക്കുടുക്കുക, ഇവിടെ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, മുട്ടായി പോലത്തെ ഒക്കെ പിന്നെ ഒരു കീസിലിട്ട് കീസ് കഴുത്തിൽ കെട്ടി തൂക്കുക. എന്നിട്ട് ആ അങ്ങാടി കൂടെ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കുക. അപ്പൊ എന്നെ കാണാൻ വേണ്ടി എല്ലാ മനുഷ്യന്മാരും വരും, കുട്ടികൾ വരും, വല്ലവരും വരും. അങ്ങനെ കാളിയർ പാപ്പയാണല്ലോ, കാളിയരും അല്ല, കാളിന്റെയും കാളിയാണ്, വലിയ കാളിയാണ്. അപ്പൊ ഈ എന്ത് ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതിൻ്റെ ഇടയിൽ പറയാ, ൗലാദിയെ മക്കളെ, കുട്ടികളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുക. മക്കളോട് പറയാ, താലു ഒന്നിരിപ്പൂനി പേരിയും കുട്ടികളെ എന്നെ ഒന്ന് തല്ലി, ഞാൻ അത്രയും കാലങ്ങൾ നാട്ടിൽ കാളിയായതല്ലേ, ഇനി ഒന്ന് തല്ലി. മൈ എളിരിപ്പൂനി അല ലഹരി, എന്റെ പുറത്ത് ആരൊക്കെ തല്ലുന്നോ പുറത്ത് കീസി ഒരിക്കാൻ സമ്മാനം ഇപ്പൊ തന്നെ കൊടുക്കും. അപ്പൊ കുട്ടികളൊക്കെ മുട്ടായി മറ്റും വാങ്ങാൻ വേണ്ടിയാണ് കാളിയർ പാപ്പനെ തല്ലാവുന്ന കൊലത്തിലാണ്. എന്ത് താടിയൊക്കെ ഒടിച്ചു, തുണി കുപ്പായല്ല, 25 കുപ്പായത്തിന് മേലെ ഒല്ലിന്റെ മേലെ ഒല്ലിയെടുത്ത് ബുദ്ധിമുട്ടില്ല. പണ്ടത്തെ കാലത്ത് തച്ചാൽ തന്നെ ഉള്ളിൽ എത്തൂല, കാരണം ആജാതി കവറിങ് ഉണ്ട്. ഇപ്പൊ അതൊന്നുമില്ല, പുറത്ത് നടുപ്പുറത്ത് തല്ല, തച്ച സമ്മാനം അപ്പത്തന്നെ കിട്ടും, പിന്നെ വെക്കും. അങ്ങനെ ജോലി ചാലൊന്നിങ്ങനെ നടന്നാൽ പിന്നെ എവിടെ എത്തിയത്, അവിടുന്ന് മേപ്പെട്ട് നോക്കിയാൽ മതി. ആകാശം, ലോകം, ഏഴാകാശം, വാനം ഒക്കെ തുറന്നവർ, 7 മലക്കുത്ത് രാജാളി എന്നവർ നിറമായി എനിക്ക് അറശപ്പെടുത്തി കാണിക്കാൻ കഴിഞ്ഞു. അപ്പൊ കാലിയ കുലാത്തായ വലിയ കാലിയർ പാപ്പ പറഞ്ഞു, യാ ശൈഖി മാ യഫഅലു ഹാദാ സുബ്ഹാനല്ലാഹ് മാ യഫഅലു ഹാദാ. അല്ല ശൈഖേ, അതൊന്നും നിങ്ങൾ പറയല്ലേ, സുബ്ഹാനല്ലാഹ് എന്ത് വർത്താനം നിങ്ങൾ ഈ പറയുന്നത്, മാ യഫഅലു ഹാദാ, ഇതൊക്കെ ആരെ ചെയ്യാ. ഫഖാല, അപ്പൊ അബൂ യസീദ് പറഞ്ഞു, ലാ തഖുൽ സുബ്ഹാനല്ലാഹ് ഫഇന്ന ഖൗലക സുബ്ഹാനല്ലാഹി ശിർക്. സുബ്ഹാനല്ലാഹ് പറയരുത്, പറഞ്ഞാൽ മുശ്രിക്കാവും. എന്തുകൊണ്ട്? ഫഇന്ന ഖൗലക സുബ്ഹാനല്ലാഹി ശിർക്. ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ലാ തുനസ്സിഹു റബ്ബക വലാകിൻ തുനസ്സിഹു നഫ്സക. എന്റെ റബ്ബ് പരിശുദ്ധനാണ് നല്ല പറഞ്ഞതിന്റെ ഉള്ളു, അതൊന്നും ചെയ്യാൻ മാത്രം ഞാൻ നിസാരനല്ല, ഞാൻ പരിശുദ്ധനാണെന്നാണ് ഇജ്ജ് പറഞ്ഞത്. ഇജ്ജ് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് എന്നാണെങ്കിലും അതിന്റെ ഉള്ളിൽ സുബ്ഹാന നഫ്സീന. ഞാൻ വലിയ കാളിയാനല്ലേ, ഞാൻ വലിയ ആളല്ലേ, ഞാനെങ്ങനെയാ അതൊക്കെ ചെയ്യുന്നത്? പോയിക്കോ, വിട്, വണ്ടി വിടും, എന്റെ മജ്‌ലിസിന് വരാൻ പാടില്ല, എന്നാവൂല. എങ്ങനെയുണ്ട്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നത്തിലേക്ക് വരും. എന്താ പ്രശ്നം? ഈ പ്രശ്നത്തിന് അയാളെ നമുക്കൊക്കെ കുഴപ്പം. നമ്മൾ ചെല്ലിയ ദിക്റിനും സ്വലാത്തിനനുസരിച്ച് നമ്മളെ എത്തുകയാണെങ്കിൽ ജിബ്രീൽ വന്നിട്ട് ഏത് നേരത്തെ നമ്മളെ കൈ പിടിക്കുമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാലോ, നിങ്ങൾ വിട്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല, നിങ്ങളെ ദിക്ർ എത്രയാണ്. ഓ അല്ലാതെ പിന്നെന്തേ തല കൊടുത്ത് ചിന്തിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് 10 ആയത്തുൽ കുർസി വന്നു, നിങ്ങളൊക്കെ അത് ഓതിയാണ്, ഞാൻ ഓതുന്നുണ്ട് കാലം കുറേറ്റ്, നിങ്ങൾ ഓതുക. അപ്പൊ നമ്മളിപ്പോ എന്താ ഉറപ്പിച്ച്, നമ്മൾ ഇതോടുകൂടെ സിറാത്ത് പാലിക്കാൻ പറക്കും. ഇന്ന് തന്നെ പറഞ്ഞു, ഇന്ന് അടക്കക്കളിൻ്റെ മാതിരി പറഞ്ഞു, നാളെ ചെമ്പോത്തിൻ്റെ അത്ര പറഞ്ഞു, മറ്റന്നാ നിങ്ങൾ ഗരുഡനെ പോലെ പറക്കാണ്. മറ്റേ പിന്നെ വേറെ ഉണ്ടല്ല, ഗൾഫിലൊക്കെ ഉള്ളൊരു പക്ഷിയില്ല, വേട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു പക്ഷിയില്ലേ, ഷെയ്ഖ് സായിദൊക്കെ ബഹുമാനിച്ച ഫാൽക്കൺ. ആ അങ്ങനെ അടുക്കും. സിറാത്ത് പാലാണ് കാണുമ്പോൾ ഒറ്റ പറഞ്ഞ് ചോടിയോ, ഞാൻ 25 സിറാത്ത് പാലുണ്ടെങ്കിൽ അതിൽ പറക്കും. കാരണം അതിന് മാത്രം ആയത്തെ കുറിച്ച് ചെയ്യുന്നത് ഒക്കെ നല്ലതാണ്. ആദ്യം എൻ്റെ തല നന്നാക്കണം, എൻ്റെ തല അള്ളാൻ്റെ അടിമൻ്റെ തലയാക്കണം. പല തലക്കെട്ടുകാരും തൊപ്പിക്കാരും എന്നെപ്പോലത്തെ ആളുകളും വഞ്ചിതരായ കൂട്ടത്തിൽ ഇനിയെങ്കിലും നമ്മൾ വഞ്ചിതരാകണ്ട. ഇന്ന് മുതൽ നന്നായിക്കോ, അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഒന്നും പറയാല്ല, കൂടുതൽ വർത്താനമല്ല, കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല.
ഈ റബ്ബിൻ്റെ അടിമയ്ക്കോ റബ്ബിൻ്റെ മാനേജറായി നടക്കണം. കോലം കണ്ടിട്ട് റബ്ബിൻ്റെ മാനേജർ. റബ്ബിന് മാനേജർ ആവശ്യമില്ല. മുത്തിനുവിനെ വരെ അടിമാക്കിയിട്ട് പിന്നെ എങ്ങനെ എന്നെ മാനേജറാക്കും? മുത്തുനബിനെ വരെ അല്ലാഹു തആല അടിമയാക്കി. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ മാനേജരിനാ എന്നല്ല, അലാ അബ്ദിനാ. അല്ലാഹുവിന്റെ അബ്ദാണ്, അടിമയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിമാനേജരിനാ എന്നല്ല, അസ്റാ ബിഅബ്ദിഹി ബിമാനേജരിഹി എന്നല്ല, ബിഏജന്റിഹി. സുബ്ഹാനല്ലദീ അസ്റാ ബിഏജന്റിഹി അങ്ങനെയല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ബദുവൻ. ഒടുവൻ 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 എന്നാണ് അബ്ദിന്. നമ്മളെ പഴമക്കാരായ ഉസ്താദുമാര് പശമാന ഒടുവൻ എന്നാണ്. ഇത് അങ്ങനത്തെ അല്ലേ പഴയ ഉസ്താദ്മാർ വായനൊക്കെ? അബ്ദ് എന്താ വായനൊക്കെ? ബടുവൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ ബടുവനെ ആകാശത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയവനാണ്. അവനാണ് പരിശുദ്ധൻ, അവനാണ് പരിശുദ്ധൻ. നമുക്കൊക്കെ നടക്കും. പക്ഷെ നമ്മൾ തല എന്താണ് പറഞ്ഞറിയോ? ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ടും 10 കൊല്ലം ആയത്തുൽ കുർസി ഓതി എന്നിട്ട് പിന്നെ എന്ത് പറയണ്ട, റിസ്ക് വിശാലത ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞമ്മക്ക് റിസ്ക്കിലൊരു വിശാലത ഉണ്ടായില്ല ഉസ്താദ് പറയുന്നത്. ഇന്ന് തന്നെ റിസ്ക് വിശാലാവും. പക്ഷെ തലപടക്കാകണം. മുറി നല്ല വൃത്തിയാക്കി, മുറിയൊക്കെ വൃത്തിയാക്കി. നല്ല സ്വീകരിക്കാൻ വേണ്ടി ഒരു അതിഥി വന്നു. ആ അതിഥി വന്നപ്പോൾ ആ അതിഥിക്ക് വേണ്ടി മുറി വൃത്തിയാക്കി അതിനെ ഭംഗിയായി അലങ്കരിച്ച് അവിടെ പെർഫ്യൂം അടിച്ച് എങ്ങനെ അതിനെ കൊണ്ടുവന്നു. അതിഥി വന്നപ്പോൾ ആദ്യം കക്കൂസ് പോയി. കക്കൂസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞതാണ്, ഒരാളെ കൈ പിടിച്ച് നിർത്താൻ നോക്കുമ്പോൾ കാഷ്ടം നാറുക. എന്തേ? അപ്പൊ പിന്നെ അവസാനം ഒരാൾ സോപ്പ് എടുത്തു കൊടുത്തു. ഉസ്താദെ കയ്യൊന്ന് സോപ്പിട്ട് കളി. കാസർഗോഡ് ജില്ലക്കാരനായ ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അയാളൊരു 10 വട്ടമൊന്നല്ല എന്നോട് പറഞ്ഞത്. ഇത് കുറ്റം പറഞ്ഞല്ല, ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. കുറ്റമൊന്നുമല്ല, ശ്രദ്ധയില്ലായ്മ അയാളിൽ വന്നതാണ്, കുറ്റമൊന്നുമല്ല. ഈ വ്യക്തി ഇതാണ് ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ. ഇതെല്ലാം ഇവിടെ സംഭവട്ടോ, ഒരു ഉദാഹരണമാണത്. ആ മുറി എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമല്ല. നിന്റെ ശരീരത്തിൽ വൃത്തിയേട് ഉണ്ടെങ്കിൽ, മല ഉണ്ടെങ്കിൽ അതേ നാറുള്ളൂ നിന്നിലേക്ക് അടുത്തവൻ. മലം നിന്നിൽ കിടക്കണം, ഇവനെ ഇങ്ങോട്ട് അറിയില്ല. ഒരു മനുഷ്യന്റെ ഉള്ളു നന്നാവണം, തല നേരെയാകണം, എന്നാലോ ഇതിനൊക്കെ ഫലം ഉണ്ടാവും. ഇതിനെല്ലാം ഫലം ഉണ്ടാവും, എത്രയോ ഫലം ഉണ്ടാവും. കിതാബുകൾ വായിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ആഴ്ച ഒരു കിതാബ് നോക്കിയപ്പോൾ മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹു അലക്സാണ്ട്രിയയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടിയ സംഭവം ഈ ആഴ്ച ഞാൻ ഏതോ ഒരു കിതാബിൽ. മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം മിസ്റിലെ ഖാരി ആയിരുന്നു, വലിയ മഹാനാണ്. മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു താരീഖ് ഞാൻ ഈ ആഴ്ച എവിടെയോ വായിച്ചു. മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുമുട്ടി. അലക്സാണ്ട്രിയയിൽ വെച്ച് കണ്ടുമുട്ടി. അസ്ർ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ടപ്പോൾ തന്നെ ശംസുൻ അലാ ശംസിൻ, സൂര്യന്റെ മേലെ വന്ന് വേറൊരു സൂര്യനാണോ എന്ന് തോന്നിപ്പോയി ഇയാളെ കണ്ടപ്പോൾ. അപ്പോൾ അയാളോട് ചോദിച്ചു, മോനെന്താ, നിങ്ങളാര്? അപ്പം ഞാൻ നിങ്ങളെ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞു. ഒമേനേനെന്താ? ഞാൻ ളുഹുർ നിസ്കാരം ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചിട്ട് അസ്ർ ഇവിടെ നിസ്കരിച്ച് മഗ്രിബ് ഹറമിലേക്ക് പോവുകയാണ്, മക്കത്തേക്ക്. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരാളെ വരക്കൽ ബാലവൈ മുല്ലക്കോയ തങ്ങൾ തൻ്റെ ഹജ്ജ് യാത്രയിൽ വെച്ച് മക്കത്ത് കണ്ടത് മുല്ലക്കോയ തങ്ങളെ താരീഖിലുണ്ട്. ഒരാളെ കണ്ട ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഞാൻ ളുഹുർ നിസ്കാരം അല്ലെങ്കിൽ സുബഹി നിസ്കാരം ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ചു, ഇപ്പോൾ ഇവിടെ എത്തി. ഞാൻ മഗ്രിബ് മദീനത്തേക്കാണ്. ഏത് കാലത്ത്? 100 കൊല്ലം മുമ്പ്.
100 കൊല്ലം മുമ്പുള്ള സംഭവം പറഞ്ഞു. എന്തേ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. വിമാനം പോകില്ലല്ലോ അത്രക്കില്ല. ഒരാൾ ഫ്ലൈറ്റിന് പോയാൽ ഈ നിസ്കാരമൊക്കെ നടക്കുമോ ഒരു ദിവസം കൊണ്ട്? പറയും ഫ്ലൈറ്റിന് നടക്കും, നടക്കൂലല്ലോ. അള്ളാൻ്റെ അടിമയ്ക്ക് നടക്കും. എന്തുകൊണ്ട്? തല നേരെയാണ്. അപ്പൊ വളരെ കൊടുത്ത് ചിന്തിക്കണം. നമ്മൾ ചെല്ലുന്നതിനും പറയുന്നതിനും നമുക്ക് ഫലമുണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തല നേരെ നിർത്താത്തതുകൊണ്ടാണ്. തല നേരെ നിർത്തന്നെ വേണം. അതിന് തയ്യാറില്ലേ? തല പറയും ഇന്നത്തെ ക്ലാസ് അതാണ്. ആയത്തുൽ കുർസി 10 തൊട്ട് അല്ലെങ്കിൽ 25 വട്ടം ചെല്ലാൻ പറഞ്ഞാലും കൂടി ഇല്ലു. അതും എനിക്കറിയാം. 10 ഞാൻ കണ്ടുള്ളൂ. എനിക്ക് 10ൻ്റെ ഇജാദത്തേ ഉള്ളൂ. ആയത്തുൽ കുർസി 100 വട്ടം എല്ലാ ദിവസവും ആസ്വദിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ, എന്നാൽ സിറാത്ത് പാലം കിടക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെല്ലുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ചെല്ലുമെന്ന് എനിക്കറിയാം. ഞാൻ നാളെ വേറെ റിവായത്ത് പറഞ്ഞു, ആയത്തുൽ കുർസി 100 വട്ടമാണ് ആശ്രമസ്കരിച്ച് ചെല്ലേണ്ടത്. അപ്പോൾ മറ്റതൊക്കെ സാധാരണ സദേൺ റെയിൽവേൻ്റെ ലോക്കൽ വണ്ടി പോകണ മാതിരി സിറാത്ത് പാലത്തിൽ പോകുള്ളൂ. മറ്റത് വലിയ സൂപ്പർ ഫാസ്റ്റ്, പിന്നെ എന്താ പറയുക, അപ്പോൾ പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. 4 മണിക്കൂർ 5 മണിക്കൂർ തിരുവനന്തപുരത്തിന്. അതതിൻ്റെ പേര് വന്ദേ മാതരം. അതന്നെ 2.5 മണിക്കൂറുകൊണ്ട് കാസർഗോഡ് നിന്ന് കോഴിക്കോടെത്തി. ഞാൻ കണ്ടതല്ലേ, ഞാൻ പോയതല്ലേ. 2 മണിക്കൂർ. പിന്നെ ജോതി സ്പീഡിൽ. മറ്റൊക്കെ സദേൺ റെയിൽവേൻ്റെ ലോക്കൽ വണ്ടി പാസഞ്ചർ പോണ മാതിരിയേ പോകുള്ളൂ. 10 ആയത്തുൽ കുർസി ഓതിയാൽ. അപ്പം നിങ്ങൾക്ക് 100 ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പറക്കൽ വർക്കാം എന്നറിയാണെങ്കിൽ, നിങ്ങളിൽ ഇത്ര ഫുള്ളാളൊന്നുമില്ലെങ്കിലും കുറച്ചാളുകൾ വരെ നമുക്ക് ലോക്കൽ പോകുകയാണെങ്കിൽ പോയാലും മതി ഉസ്താദേ. ഒരു കൂട്ടക്കാർ പറയും ഭയങ്കര സ്പീഡിൽ. ഇന്നലെ ലോറ് കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിച്ചു, ഉസ്താദേ ബുധന് വെള്ളി ഈ 3 ദിവസം നോമ്പ് വെച്ചാണ് ദ്വാരന്നാൽ കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? അതെ, ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് ഞാൻ നാളെയും മറ്റന്നാൾ പിറ്റന്നാളും ചെയ്താൽ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു അത് സുന്നത്തോമ്പാണ്, ഫർദോമ്പ് പറ്റൂല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഉസ്താദേ എനിക്കൊന്നും പിന്നെ വെക്കണ പരിപാടി അറിയില്ല, വേഗം ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്തോ, പക്ഷെ അതിന് ഫലം പൂർണ്ണമായി കിട്ടണമെങ്കിൽ ചൊവ്വാൽ മാസം വരെ കാത്തിക്കണം. അതിനൊന്നും നേരല്ലോ ഉസ്താദേ, ഞാൻ വേഗം ചെയ്യാം. മൂപ്പരിപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ബുധൻ വ്യാഴം വെള്ളി. എന്നിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് എന്തിനാ നടന്നത്? ആദ്യം ചെന്ന ഈ തല വടക്കായ തല നേരെ നിർത്തണം. നമ്മളെ ഇത്തരം ദിക്റ് ചെല്ലുന്ന ആളുകൾ പണ്ട് ഇവിടെ വന്നിട്ടില്ല. ഇത്തരം ദ്വാര സമ്മേളനം നടത്തുന്നവരും വന്നിട്ടില്ല. ഇത്തരം പള്ളി മദ്രസ നടത്തുന്നവരും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നത് കുറച്ച് സ്വഹാബിയാണ്. അവർക്ക് പല പണികളുണ്ട്. അതിനിടയ്ക്ക് ദിക്റും ചെല്ലും. ദിക്റ് ചെല്ലാനായിട്ട് ലീവ് എടുത്ത് ചെല്ലുന്നവരില്ല. 5-8 കൊല്ലം മുമ്പ് ഒരാളുടെ ഭാര്യയും കുട്ടികളും എൻ്റെ അടുത്ത് വന്നു. ഈ കുട്ടികളെ വാപ്പ എൻ്റെ ഭർത്താവ് പണിക്ക് പോവില്ല, ഞങ്ങൾ വളരെ കുടുങ്ങിയിട്ടാണ്, ഉസ്താദിൻ്റെ അടുത്ത് വരുന്ന ആളാണ്, നിങ്ങളൊന്ന് ഉപദേശിച്ചാൽ മൂപ്പര് നന്നാവും, അതുകൊണ്ട് ഞങ്ങൾ വലിയ വിഷമത്തിലാണ്. വാപ്പപ്പം ഭർത്താവും വാപ്പയും ഒക്കെ പണിക്ക് പോയാലല്ലേ പെരയിലെ കാര്യം നടക്കുള്ളൂ. ഒരു പണിക്ക് പോവില്ല, ഉസ്താദിൻ്റെ അടുത്ത് വരുന്ന ആളാണ്, ഒന്ന് ഉപദേശിച്ചാൽ. ഞാനറിയുന്ന ആളാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന ആളാണ്. അപ്പം ഞാൻ ആ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇങ്ങനെ അഭിപ്രായക്കടുണ്ട്, വിഷമം ആണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ പണിക്ക് പോയാൽ ദുഹ നിസ്കരിക്കാൻ കഴിയൂല. രാവിലെ അതിനാണ് ഒരുങ്ങി കൈക്കൂട്ട്. എനിക്ക് അത്ര വലിയ ഉദ്യോഗസ്ഥൻ്റെ ജോലിയൊന്നും അറിയില്ല. കൈക്കൂട്ട് പണിയൊക്കെ നേരം എടുത്താൽ കൈക്കൂട്ട് ഇറങ്ങണം, പിന്നെ എങ്ങനെ ദുഹ നിസ്കരിക്കാം. അപ്പോൾ ഓൻ്റെ പ്രശ്നം, ഓൻ്റെ പരിയിൽ അരി മുടക്കിയത് ദുഹ നിസ്കാരം. ഈ ജാതി സ്വാമ്പികളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെയൊക്കെ ആവറേജ് ആളുകളാണ് വന്നത്. നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരും ബുദ്ധി നേരെ നിൽക്കുന്നവരും മാത്രം എൻ്റെ ക്ലാസ്സിൽ നിന്നാൽ മതി. ഉള്ളതും ഇയാൾ നിർത്തുമല്ലോ എന്ന് പേടിയിട്ടുള്ളവർ ഇങ്ങനെ നിർത്തിക്കളി. ഈ എവിടെ എത്താൻ പോണില്ല. തല നേരാക്കണം. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമ്മൾ 2 സൂറത്ത്
ഒന്നാമത്തെ സൂറത്ത് സബ്ബിഹ്സ്മ അല്ലേ? ഇമാം ഓതുന്ന പറയും സാധാരണ, അല്ലെങ്കിൽ പിന്നെ ജുമായും മുനാഫിഖൂനെയാണ് സാധാരണഗതിയിൽ ഓതാറുള്ളത്. മുത്തുനബി അധികരിച്ച് ഓടിയതും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്? സബ്ബിഹ്സ്മയും അല്ലാത്താക്കിയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒന്നാമത്തെ സൂറത്ത് സബ്ബിഹ്സ്മ. മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട് ഇമാമിങ്ങൾ ചിലപ്പോൾ ഒന്നാം ഭാഗം ശബ്ദം കുറച്ചോതും. തെറ്റല്ല. അങ്ങനെ എന്തുകൊണ്ട് മഅ്മൂമിന് സൂറത്ത് പേക്കരുത്, സൂറത്തുൽ ഫാത്തിഹ പേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമാമിങ്ങൾ അവിടെ നിന്ന് ശബ്ദം കുറച്ചോതും. അത് തെറ്റല്ല, ഒരു നന്മ തന്നെ. അവർക്കത് കാണാതെ കിട്ടാത്തത് കൊണ്ടല്ല അങ്ങനെ അവിടെ ശബ്ദം കുറച്ച്. എന്ത് ജുമാ നിസ്കാരാണ്, പ്രത്യേകിച്ച് ഫർദ് നിസ്കാരാണ്. മഅ്മൂമിന് എന്ത് തെറ്റരുത്? ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ വൃത്തിയായി ഓതിയിട്ടില്ലെങ്കിൽ അവന് അത് ഓരോരുത്തരും ഓതണം. ഇമാം ഓതിയ പോരാ, ആര് ഓതണം? മഅ്മൂം ഓതണം. ഇല്ലെങ്കിൽ അവൻ മസ്ബൂഖായിരിക്കണം, പിന്തിത്തുടർന്നവനായിരിക്കണം. പിന്തിത്തുടർന്നവനാണെങ്കിൽ എന്തിൽ ഇദ്റാക്ക് ചെയ്താൽ മതി, റുക്കൂയിലെത്തിയാൽ മതി, ഇല്ലെങ്കിൽ എത്തിയത് ഓതിയാൽ മതി, പ്രശ്നമില്ല. അപ്പൊ എന്ത് ചെയ്യും? മഅ്മൂമിങ്ങളെ ഖുർആൻ ഓതാൻ വേണ്ടി ഇമാമിങ്ങൾ അവിടെ ശബ്ദം കുറച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ പൊങ്ങും. അവര് എന്താ ദൗദ ثم لا يموت فيها ولا يحيا قد أفلح من تزكى. നഫ്സിനെ ശുദ്ധിയാക്കിയവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയും കേൾക്കുക. وذكر اسم ربه فصلى. നഫ്സിനെ ശുദ്ധിയാക്കിയതിനു ശേഷം ദിക്ർ ചൊല്ലിയവരും നിസ്കരിച്ചവരും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ. നിങ്ങൾ ഐഹിക ജീവിതത്തിനെയാണ് വില കൽപ്പിക്കുന്നത്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ആഖിറമാണ് ഖൈർ, അതാണ് നിലനിൽക്കുക. ഇതാണ് എസൻസ് ഓഫ് ദി ലൈൻസ് ഓഫ് ഖുർആൻ. ഖുർആന്റെ ആയത്തുകളുടെ മൊത്തം എസൻസ് ഈ വാക്ക. അല്ലാഹുവിന്റെ കലാമാണിത്. ദലാഗത്തപ്പ്യാൽ ടോട്ടൽ കിട്ടലതാ. നിങ്ങൾ എന്ത് നന്നായിക്കൊള്ളി, സ്വന്തം നഫ്സിനെ ശുദ്ധിയാക്കി, എന്നിട്ട് ദിക്റും തസ്ബീഹൊക്കെ ചൊല്ലിക്കൊള്ളി. നിസ്കാരത്തിന് ദിക്റിന് മുന്തിക്കല്ല, പിന്തിക്കരുത്. ഖദ് അഫ്ലഹ പറയും കുട്ടികളെ, ഖദ് അഫ്ലഹ മൻ തസക്ക. സ്വന്തം നഫ്സിനെ ശുദ്ധിയാക്കിയവർ വിജയിച്ചു. വദക്കറ ഇസ്മ റബ്ബി. എന്നിട്ടും റബ്ബിന്റെ ഇസ്മിനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു പറഞ്ഞു. ഫസ്വല്ല നിസ്കരിക്കുകയും ചെയ്തു. എന്തിനു ശേഷം? നഫ്സ് ശുദ്ധിയാക്കണം. അല്ലെങ്കിൽ നഫ്സ് ശുദ്ധിയാക്കുന്നതോട് കൂടെ നഫ്സ് ശുദ്ധിയാക്കണം, പണി നടക്കണം. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? ദുനിയാവിനാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് കഴിയില്ല. ദുനിയാവ് തലകേറുകയാണ്, തലകേറുകയാണ്. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. അതന്നെ പ്രശ്നം. അതിൻ്റെ അപ്പുറം എനിക്ക് എന്നോടും എൻ്റെ കുട്ടികളും ശിഷ്യന്മാരോടും ശിഷ്യകളോടും പറയാനില്ല. ദുന്യാവ് തലേ കയറിയ ആഖിറം തലേ കയറൂല. ദുന്യാവിൻ്റെ ഭാരം തന്നെ എത്ര വലുതാണ്, പിന്നെ അങ്ങനെ ആഖിറം തലേ കയറുക? ബൽ തുസിറൂന ഈസാർ, ബൽ തുസിറൂന, ബൽ തുസിറൂന, ബൽ തുസിറൂന. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, തിരഞ്ഞെടുക്കുക. ഉപയോഗിക്കൽ എന്തുപയോഗിക്കും? തിരഞ്ഞെടുക്കൽ. ഇപ്പം നമ്മൾ തിരഞ്ഞെടുപ്പാ. പല സ്ഥാനാർത്ഥി നമ്മളെ പേരിൽ വരും, ചായ കൊടുക്കും, വെള്ളം കൊടുക്കും, നമുക്ക് വേണ്ടമായി ചെയ്യാറ്. വോട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ തന്നെയല്ലേ പറ? അപ്പോൾ ഒരാളെ മാത്രമാണ് എന്ത് ചെയ്ത് തിരഞ്ഞെടുത്ത്? അതല്ല, എല്ലാവർക്കും കുത്തിയാൽ എന്നെ ഇന്ത്യയിൽ തന്നെ ആട്ടണം. ഇതിൽ വോട്ട് കളഞ്ഞു എന്നാണ്. അതേ സമയത്ത് വരെ വന്നവരൊക്കെ നല്ലതാണ്, നല്ലൊരു തന്നെയാണ്. എല്ലാവരും വന്നു. UDF വന്നു, LDF വന്നു, BJP വന്നു. ആര് വന്നാലല്ലോ നമ്മുടെ നാട്ടിലെ പൗരന്മാരല്ലേ, ഇവരൊക്കെ നമ്മളെ ഭാഗം തന്നെയല്ലേ. BJP ആയാലെന്താ, ഒരു നമ്മുടെ നാട്ടിലെ ആളുകളല്ലേ, ഒരു നമ്മളെ സഹോദരന്മാരും ഒക്കെ അല്ലേ. അവരും വന്നു. അപ്പം നമ്മൾ വെള്ളം ചായ ഒക്കെ കൊടുത്തു. ലീഗ് വന്നു, കോൺഗ്രസ് വന്നു, കമ്മ്യൂണിസ്റ്റ് വന്നു, ലീഗും സ്വതന്ത്രം വന്നു. നാദാപുരത്തുണ്ടായിരുന്നു പണ്ടൊരാൾ, മൂപ്പരെല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും.
മരിച്ചോണ്ടാണ് പേര് പറയാത്തത്. നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യൻ. റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ പോയി, അക്കാലത്ത് ഈ ഓവർ ബ്രിഡ്ജില്ല, വണ്ടി നിർത്തും റെയിൽവേ വണ്ടി വരുന്ന നേരത്ത്. ചോറൂരിൻ്റെ ആ ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് മുമ്പ് എന്ത് പറയും? നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ. മൂപ്പര് ആദ്യം തന്നെ വണ്ടിയോടെ കൊണ്ടിടും, പിന്നെ ബാക്കിൽ മറ്റു വണ്ടികളൊക്കെ. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ ഇതാ അടിവെച്ച് സത്യാണ്. തമാശക്കാരുമാണല്ലോ ദുനിയാവില്. അപ്പൊ നോക്കി നിങ്ങൾ പലരും നമ്മളടുത്ത് വരും, ചിരിക്കും, തിരഞ്ഞെടുക്കും ഒരാളെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമുക്ക് 4 മക്കളുണ്ട്, വാപ്പയുണ്ട്, വിരുന്ന് പോവുകയാണ്. എന്താ വാപ്പയെ? 4 മക്കളുണ്ട്. ഒരുത്തൻ നെടിയോനാണ്, 10-14 വയസ്സായി. മുന്നിൽ നടന്നോ കുഞ്ഞുമാനെ, മുന്നിൽ നടക്ക്. ഓനെ മുന്നിക്കാക്കി, ഓനെ അങ്ങനെ ആക്കി. അതിൻ്റെ താഴെ വേറെ ഒരാളുണ്ട്, ആ ആളെ കൈ തൊട്ടില്ല നിൽക്കും. 3-ാമത്തെ ഒരാളുണ്ട്, ഓന് 6-8 വയസ്സേ ആയിട്ടുള്ളൂ. ഓൻ എന്ത് ചെയ്യും? ഓനെ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഓനൊപ്പം നടത്തും. നേരെ മറിച്ച് 2 വയസ്സായ ഒരാളും ആ കൂട്ടത്തിലുണ്ട്, ഓനെ തലയിൽ കയറ്റി വെക്കും. അപ്പോൾ വാത്സല്യം കൊണ്ട് ഈസാർ ചെയ്തതാര്യ? ഒരുത്തനെ മുന്നിൽ നിർത്തി, ഓനോട് ദേഷ്യമൊന്നുമില്ല. ഒരുത്തനെ തൊട്ടില്ല അങ്ങനെ നടത്തി, ഒരുത്തനെ കയ്യിൻ്റെ ഉള്ളിലാക്കി നടത്തി. ഒരുത്തനെയോ തലൻ്റെ മേലെ ഏറ്റിയ കൊണ്ടുണ്ട്. ഏറ്റി ബാപ്പയും മക്കളും പോണത് എത്രയോ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ഇല്ലേ, ഇഷ്ടംപോലെ ഇല്ലേ സ്ഥിതിയല്ലേ, എത്രയോ ഇഷ്ടംപോലെ ചുമലിലേറ്റും തലയിലേറ്റും ഞാൻ കണ്ടതാണ്. കുറേ ചുമലിലേറ്റും ചുമൽ ചൂടാകുമ്പോൾ തലയെടുത്തു പോകും. അപ്പോൾ അവിടെ ഈസാർ ഈ 4 പിന്നെ വിരോധമൊന്നുമില്ല. പക്ഷെ തെരഞ്ഞെടുത്തതാര്യ? വാത്സല്യത്തിൽ ഏറ്റവും മുന്നിൽ വെച്ചത് എന്തിനാ? ഈ 2 സൗട്ടിനെ തന്നെയാണ്. നീ നേരെ ആയത്തിലേക്ക് ഇറങ്ങി. അള്ളാഹു ഒരു ദിവസം 10 അസർ തരുകയും ഓരോ അസറിനും 10 ആയത്തുൽ കുർസി ഓതുകയും ചെയ്താലും ദുനിയാവിനെ തെരഞ്ഞെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ പൊരുത്തം പൂർണ്ണമല്ല. ഒരു ദിക്റിന്റെയും സ്വലാത്തിന്റെയും പൂർണ്ണ മഹത്വം അവർക്ക് ലഭിക്കുകയും ഇല്ല. അടുത്ത വരി ഓതി ഉസ്താദെ. ഇന്നഹാദ, പഴയ വേദങ്ങളിലും അള്ളാഹ് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, നിങ്ങൾ ദുനിയാവിനെ തെരഞ്ഞെടുക്കരുത്, ദുനിയാവ് ഉപയോഗിച്ചോളി, തെരഞ്ഞെടുക്കരുത്. ദുനിയാവിനൊക്കെ നിർത്തിക്കൊള്ളി, കൂടെ നിർത്തിക്കൊള്ളി, പക്ഷെ തെരഞ്ഞെടുക്കരുത്. തെരഞ്ഞെടുക്കൽ എന്തിനാകണം? ആഖിറത്തിനാകണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിനെ തെരഞ്ഞെടുക്കൽ അള്ളാഹു തലേ കയറാത്ത ഒരു വ്യക്തിക്ക് എന്തിനും ദുനിയാവിനെ തെരഞ്ഞെടുക്കലുണ്ടാവും. എന്തിനും, നന്മയിലും ദുനിയാവിനെ തിരഞ്ഞെടുക്കും. ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ മറ്റവനെ തോണ്ടും, അവൻ്റെ പേര് പറയാനും. കമ്മിറ്റിന്ന് ഒഴിഞ്ഞിക്കാനല്ല നോക്കാം. പേര് പറഞ്ഞപ്പോൾ ഒരുത്തൻ, അവൻ്റെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കമ്മിറ്റിയാണ്. ഒരുത്തൻ പേര് പറഞ്ഞപ്പോൾ ഞാനിവിടെ എപ്പോഴും ഉള്ള ആളാണ്, എൻ്റെ കാര്യങ്ങൾ എഴുതണ്ട, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കി, ഞാൻ അവിടെ തന്നെ അല്ലേ, ഞാനല്ലേ നിങ്ങളൊക്കെ വിളിച്ചുട്ടിൽ. അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും അപൂർവം. എന്ത്? അവനിത് പ്രവർത്തിക്കാൻ ഇറങ്ങിയതാണ്, കമ്മിറ്റിക്ക് ഇറങ്ങിയതല്ല. അതേ സമയത്ത് ആ കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ അടുത്ത ജനറൽ ബോഡിക്കേ വരത്തുള്ളൂ. ഒരുത്തൻ തോണ്ടി എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. എന്ത്? അതിൽ കയറിയിട്ടില്ലെങ്കിൽ നമ്മളെ സ്റ്റാറ്റസ് കുറയും. അപ്പോൾ നല്ലോ തന്നെ 5 നിസ്കരിക്കും. 17 റക്അത്തിന് 34 റക്അത്തിൻ്റെ തമ്പുണ്ടോന്. പക്ഷെ ഓനാ ദുനിയാവിനെ തിരഞ്ഞെടുത്ത് 17 റക്അത്ത് മാത്രം നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാത്തവനും വലിയാവും. ദിവസം 1500 നിസ്കരിച്ചവൻ വലിയ ആകാതി നിൽക്കും. നിങ്ങളിൻ്റെ കൂടെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? ഒരു ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്കയും ചെല്ലാതെ മക്കത്തും പിന്നെ അറഫയിലും മറ്റൊക്കെ ഇങ്ങനെ പോയി വന്ന് ഒരു വാക്കുമിണ്ടാതെ നിസ്കാരത്തിന് മാത്രം വായി തുറന്ന് ബാക്കിയൊന്നും വായി തുറയാതെ തിരിച്ചു വന്നവൻ അക്കൊല്ലത്ത് അല്ലാഹു തആല ഹജ്ജ് സ്വീകരിച്ച ആളായിരിക്കും. അങ്ങനെയാവും. എന്തുകൊണ്ട്? അവൻ്റെ കൽബിൽ അല്ലാഹു അല്ലാത്തൊരാളും ഇല്ല, വെറും ഒരു ഭാഗത്തിനുമില്ല.
ഓൻ്റെ ലബ്ബൈക്ക ഇല്ലാത്ത ഓൻ അറഫയിൽ മാത്രമല്ല ലബ്ബൈക്ക, ഓൻ്റെ 24 മണിക്കൂറും 364 ദിവസവും ലബ്ബൈക്ക്. ലബ്ബൈക്കല്ലാത്തൊരു ദിവസമില്ല. ഇതാണ് വിഷയം. അവിടേക്കെത്തണം. ഇതല്ലാതെ ഫലമല്ല, അവിടേക്കെത്താതെ ഫലമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുകയാണ്. അത് ഗൗരവം തന്നെ. ഖുർആൻ അങ്ങ് എടുത്താലും അതന്നെ പറയുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. ഒരു ഭാഗം ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. വായ കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു കർമ്മവും ഹജ്ജിൽ ഇല്ല. നിർബന്ധമല്ലല്ലോ, സുന്നത്തേ ഉള്ളൂ. വായു കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു കാര്യം ഹജ്ജിലില്ല. ഒരാൾ ഇഹ്റാം ചെയ്തു, ഇഹ്റാം ചെയ്താൽ നിയ്യത്തല്ലേ ഇഹ്റാം? വായു കൊണ്ട് പറയൽ നിർബന്ധമല്ലല്ലോ, സുന്നത്തിനല്ലേ. നമ്മൾ അഹ്റംതു ബിൽ ഹജ്ജി നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? സുന്നത്താണ്. മനസ്സിൽ നിയ്യത്ത് ചെയ്താൽ മതി, അതുകൊണ്ട് പറയണ്ട. പിന്നുള്ളത് ത്വാഫാണ്, സഅയാണ്, അറഫയിൽ നിൽക്കലാണ്. പിന്നെ പറയേ മുസ്ദലിഫയിൽ രാപ്പാർക്കലാണ്, മിനായിൽ രാപ്പാർക്കലാണ്. ഈ ഫളത്തും ത്വാഫും ആണ്, ബിദാഇന്റെ ത്വാഫുമാണ്. ഇതാണല്ലോ എന്ത് ഇതെന്താണ്? നാവുകൊണ്ട് പറയണമെന്ന് ഹജ്ജില്ല. നാവുകൊണ്ട് പറയലുള്ള ആകെ ബഹുമാനപ്പെട്ട ഇസ്ലാം കാര്യം 5 എന്നതിൽ നാവുകൊണ്ട് പറയൽ നിർബന്ധമായത് ഒന്ന് ഷഹാദത്ത് കലിമയാണ്. അതെന്നെ നാവുകൊണ്ട് പറയൽ നിർബന്ധമില്ല, കൽബിൽ ഉറപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. ചില വ്യക്തികളുണ്ടാവും, അവർ പ്രതികൂല സാഹചര്യത്തിൽ അവർക്ക് നാവുകൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷെ അത് കൽബിൽ അള്ളാഹ് ഏകനാണെന്നും മുത്തനബി അള്ളാഹു റസൂലാണെന്നും കൽബ് ഉറപ്പിച്ചിട്ടുണ്ടാവും. നാവുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ മുനാഫിക്കോ ഓൻ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞതായിരിക്കും. അവൻ്റെ ഉള്ളിൽ അള്ളാഹു റസൂലും ഉണ്ടാവില്ല. മനസ്സിലായിട്ട് കുട്ടികളെ. അപ്പൊ ഒരാള് ഹജ്ജ് ചെയ്തു, ഒന്നും അള്ളാഹിന്റെ ആളാവില്ല. ഒരാൾ ഹജ്ജിനും പോയി, ഒരു വാക്ക് കൊണ്ടിട്ടില്ല, തിരിച്ചെത്തി, ഒന്ന് അള്ളാഹിന്റെ ആളും അയക്കാം. അയക്കാം. നഫ്സിന്റെ ശുദ്ധീകരണം നടക്കണം. എവിടെയാണ് കിടക്കുന്നത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്റെ കയ്യിൽ ദിക്റിങ്ങുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അഞ്ചാമത്തെ ദിവസം വേറെ ദിക്ർ പറഞ്ഞൂടെ? നിങ്ങൾ സിറാത്ത് പാലുന്നതിനല്ലാതെ നിങ്ങൾ ഖബറിൽ നിന്ന് നേരെ സ്വർഗത്തിൽ ഇറങ്ങി ഇരുന്നിട്ട് ഒറ്റയിരുത്തും. അങ്ങനത്തെ ദിക്റാണ് പറഞ്ഞാൽ അതിനോണ്ട് ആളുണ്ടാവും. ഇതിൻ്റെ ഇരട്ടി ആള് അതിന് ജാസ്തി വെക്കും. ഇന്നിപ്പം ഇന്നലെ ഞാൻ 2-3 ദിവസം ഞാൻ പണിയെടുപ്പിച്ചിട്ട് ഇപ്പം ഞാൻ നേരെ പുളിക്കാണ്. 4-ാമത്തെ പ്രാന്തന കളി നേരെ ഉരുട്ടി കൊണ്ടുവച്ച് മേലെ കൊണ്ട് ഒറ്റടല്. ഏത് ദിക്ർ ചെല്ലുന്നതിനേക്കാളും എനിക്കിഷ്ടം ബുദ്ധിയെന്നാക്കലാണ്. ഒരുത്തൻ്റെ അടിമയാകരുത്, ആരുടെ മാത്രം? അല്ലാഹു. അത് നേലിച്ച് കാണണം. ഓൻ്റെ ജീവിതത്തിൽ ഓൻ പേടിക്കലുണ്ട്. ഓനെ ദിക്റില്ലാത്തതിന് പേരിൽ അള്ളാഹു ശിക്ഷിക്കില്ല. ഓന് കൊടുത്തിട്ട് വേറെ കൊടുക്കുള്ളൂ. കാരണം അവൻ ആരാളാണ്? അള്ളാഹിൻ്റെ ആളാണ്, ഒരുത്തൻ്റെ ആളാണ്. പണി നോക്കറിയാം. ലോകം കണ്ട ഒരു നാട്ടിൽ ഒരു മജ്‌ലിസിലിരുന്ന് പറയുന്ന കൂട്ടത്തിൽ 1-2 ബഡായികൾ പറഞ്ഞു. എൻ്റെ ആയുസിലുണ്ടായ ഒരു സംഭവം പറഞ്ഞു. ഒരു വലിയ നാട്ടിൽ ഒരു ബഡായി പറഞ്ഞു, 1-2 ബഡായികൾ പറഞ്ഞു. മനസ്സിലായില്ലേ? പറഞ്ഞു വലിയൊരു നാട്ടിൽ, ചെറിയ നാട്ടിലും വലിയൊരു നാട്ടിൽ, വലിയൊരു ധനാട്യൻ ഒരു മജ്‌ലിസിൽ വെച്ച് എന്തോ കണ്ടുപെടായി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ആലിമുണ്ടായിരുന്നു. ആലിമിന് അത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ആയുസ് കഴിഞ്ഞ സംഭവമാണ്. അപ്പം അയാൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇയാളോട് ചോദിച്ചു, പറഞ്ഞു ഇജ്ജ് പറഞ്ഞ കാര്യം എല്ലാവരും
ഈ ബഡായി ഇളക്കാൻ വേണ്ടി മനുഷ്യന്മാരും ബഡായി ഇളക്കുക. എനിക്ക് കുറച്ച് 10 ഉറുപ്പ്യാറുണ്ട്, പക്ഷെ ബഡായി ഇളക്കരുത്. എപ്പോഴും ഓണയാണ്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാതെ സംസാരിക്കാൻ പാടില്ല. ഈ വലിയ മുതലാളിയൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ആളല്ല, ഞാൻ വലിയ മുതലാളിൻ്റെ ആളാണ്. മുതലാളി അതോടുകൂടെ ഉണ്ടാക്കാൻ നിർത്തി. അതാർക്കേ കഴിയുള്ളൂ, പറയാർക്കേ കഴിയുള്ളൂ. പറയടാ, അള്ളാഹുവിന്റെ അടുത്ത് കഴിയുള്ളൂ. അതൊരു മൂല്യമാണ്. ഈ വ്യക്തിനൊക്കെ എനിക്കറിയാം, എല്ലാവരും അറിയാം. ഞാൻ ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. മരിച്ചുപോയി. ആരിഫുമായിരുന്നു, സയ്യിദുമായിരുന്നു, മരിച്ചുപോയി. അള്ളാഹുവർക്കൊക്കെ പുറത്തെടുക്കട്ടെ. ഒരാളെ ഇവരെ ഒക്കില്ല. ആര് മാത്രം? അതാണ് വല്യപ്പാൻ്റെ നിയമം. ഒരു വല്യപ്പ മുത്തനബിയാണ്. ഒരുത്തനും വില വെക്കില്ല. ആരെ മാത്രം? അതല്ലേ വലിപ്പത്തരം. അള്ളാഹുത്തര തൗഫീഖ് തരട്ടെ. അവിടെയാണ് കണക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എല്ലാ നാട്ടിലും ഇങ്ങനത്തെ 4 ആളുണ്ടായാൽ നമ്മുടെ സമുദായത്തിന് ഒന്നും ഉപയോഗിക്കില്ല, ഒന്നും പറ്റില്ല. അതുണ്ടായിരുന്നു പണ്ട്, അതിപ്പോൾ പോയി. ഇപ്പം ദിക്രന്മാർ വന്നു, അള്ളാഹിൻ്റെ ആളുകൾ പോയി, ദിക്രന്മാരുണ്ട് ഇറങ്ങി. എന്നിട്ട് മുതലാളിമാരെ കണ്ട എണ്ണക്കരക്ക് വിട്ടുകൊണ്ട മാതിരി നിനക്കും എണ്ണക്കരാന്മാരുണ്ട്. എൻ്റെ വല്യപ്പനോട് മുറിയായ മുറി കൂടൂല. എണ്ണ ഉണ്ടാക്കും, അതിൻ്റെ കായുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണക്കരാന്ന് പറയും. നിനക്കറിയാവോ? അങ്ങനെ അതിൻ്റെ കായുണ്ട് എണ്ണ ഉണ്ടാക്കും. നേറ്റിക്കായ പോലത്തെ കായ. അങ്ങനത്തെ എൻ്റെ വല്യപ്പന ഇങ്ങനെ തൊടുക നേരം തോട്ടുണ്ടായിരുന്നു, മരത്തോട്ടം. അപ്പോൾ അതിൽപ്പെട്ടൊരു എണ്ണക്കരക്ക് വല്യപ്പ പറയും ചെയ്യും. ചിരി വായു പൂടിയിട്ടില്ലെങ്കിൽ വല്യപ്പ പറയും, എന്താ എണ്ണക്കരക്ക് വിട്ടുണ്ട വായി? എണ്ണക്കരക്ക് വിട്ടുകൊണ്ടാൽ വേറെ മരത്തിനാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തൊലി കൂടും. എണ്ണക്കരൻ്റെ വിട്ട് അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് പറയണത്, എണ്ണക്കരക്ക് വിട്ടുകൊണ്ട മാതിരി എന്താ. മുതലാളിനെ കണ്ടാൽ ഇളിയാണ് തുടങ്ങിയാൽ പിന്നെ മുതലാളി പോകുന്ന വരെ ഇരിക്കും. എന്നിട്ട് 360 റക്കാറ്റ് നിൽക്കും. എന്നിട്ട് 1500 നിൽക്കില്ല. മുതലാളിനെ കണ്ട എന്നുള്ള 25 മീറ്റർ കൊണ്ട് പോത്ത് തലയിൽ കിട്ടുന്ന മാതിരി കിട്ടും. പോത്തിൻ്റെ കൊമ്പാടുമാരുള്ള 2 കൊമ്പ് മേലക്കും വെക്കും. ഓൻ ആ നാട്ടിലെ ഇസ്ലാം അന്ന് നാശാക്കും. ഒന്നും വിചാരിക്കരുത്. ക്ലാസ്സിന് വരണ്ട. ദാറുൽ ഖുർആൻ സഹായിച്ചോളൂ എന്നൊക്കെ ഞാൻ പറയുന്നത് ഒരു മേമ്പൊടിയാണ്. അതൊക്കെ ഒരു സുന്നത്താണ്. നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിലും ഒരു കുന്തം വരില്ല. ദാറുൽ ഖുർആൻ അള്ളാഹിൻ്റെ സഹായത്താൽ ഇത് അള്ള വിചാരിച്ച ദിവസം നടന്നു. അള്ള വിചാരിച്ച അന്ന് പൂട്ടും. നിങ്ങൾ സഹായിച്ചാൽ പൂട്ടും. സൗകര്യമാണ് ചെയ്താൽ മതി. ഞാൻ ദാറുൽ ഖുർആൻ നിങ്ങൾ ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റി പറയും. നിങ്ങളോട് വിചാരിക്കും വേണ്ട. അതൊക്കെ ഞാൻ അപ്പം അങ്ങനെ പറയും, അപ്പം അങ്ങനെ പറയും. നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും ദാറുൽ ഖുർആൻ ഒരു ചുക്കും വരെ മുടില്ല. അള്ള വിചാരിച്ച ദിവസം നടക്കും. അള്ള വിചാരിച്ചാൽ അന്ന് പൂട്ടും ചെയ്യും. പൂട്ടിയാൽ ഇരിക്കണ്ടേ, നടന്നായിരിക്കണ്ടേ. ഇതാ പൂട്ടിയാൽ പൂട്ടും. ഞാനിവിടുത്തെ ഉസ്താദുമാരോടും കുട്ടികളോടും വരെ അസംബ്ലിയിൽ പറയാറുണ്ട്, ഈ സ്ഥാപനം പൂട്ടിയാലും എനിക്ക് അൽഹംദുലില്ലാഹ്, നടന്നാലും എനിക്ക് അൽഹംദുലില്ലാഹ്. എൻ്റെ റബ്ബിൻ്റെ കാര്യം നടക്കണം, എന്നാ നടക്കാം. അത്രേ ഉള്ളൂ. ഇത് കണക്കണ ആവശ്യം എനിക്കില്ല. ഞാൻ അതിന് നമ്മളക്കാരനല്ല. കൂലി റബ്ബ് വിചാരിച്ച കൂലിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവില്ല. മക്കൾക്ക് ബാപ്പ കൂലി കൊടുക്കും, രാമന് കൂലി കൊടുക്കും. ഞാനും രാമനും കൂടി എൻ്റെ ബാപ്പാൻ്റെ തോട്ടത്തിൽ കളിച്ചാൽ രാമന് 800 ഉറുപ്പിക ഇട്ട് പോയി എന്നാലും എനിക്കോ അവിടെ കയറി രാമൻ പൈസ വാങ്ങിപ്പോയതിന് ശേഷം കണ്ണൂർത്തും. ഈ കുറേ നേരം ബടായും കളിച്ച് അവിടെ നിൽക്കണ കണ്ടല്ലോ. ആ നേരത്തെ മറ്റേ വെറുതെ വെക്കരുന്നല്ലോ. ഇതിൻ്റെ പണിക്കാർ സ്വീപ്പാക്കാൻ നാളെ ഇറങ്ങണ്ട, പൈസ ഇല്ല, ചീറ്റുണ്ട്. എന്നോട് എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഇത് നാളെ ഇറങ്ങണ്ട, ഇത് ഇറങ്ങിയാൽ പണിക്കാർ സ്വീപ്പാവും. എൻ്റെ ബടായിയാണ്, എൻ്റെ പൈസ നഷ്ടപ്പെടും, ഇത് ഇറങ്ങണ്ട നാളെ. അപ്പം നമുക്ക് എന്തില്ല, പൈസ ഇല്ല, ചീറ്റുണ്ട്. റബ്ബ് സുബ്ഹാനഹു ഇഷ്ടപ്പെട്ട ആളെ റബ്ബ് നരകത്തിലിട്ട എന്താണ് ചെങ്ങായി? റബ്ബിന് ഇഷ്ടപ്പെട്ട ആളെ റബ്ബ് നരകത്തിലിട്ട എന്താ? ആ നരകം സ്വർഗമില്ല. എന്ത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചവന് വെടിവെക്കല്ലേ ആവശ്യം? വെടിവെക്കാതിരിക്കല്ലോ. മനസ്സിലായില്ല? ഒരുത്തൻ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചാൽ നടക്കണം. ഓൻ മരിക്കണവരെ ഭൂമിയിൽ ഒരു വെടി പൊട്ടിയില്ല. പിന്നെ ഓനെന്ത് മാത്രമുള്ളു? മശറിന്ന് ഇവന്റെ അയൽവാസി ഇവനെ കാണുമ്പോ എന്താ പറയാ? ഇത് കുറേ കാലം ബുള്ളറ്റ് ഏറ്റി നടന്നില്ലേ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. അതിൻ്റെയൊക്കെ ഭാര്യക്കുള്ള അടങ്ങേറ് എത്ര ഉണ്ടാവും?
ഞാനതൊന്നും കൊണ്ട് എനിക്കോട്ടൊന്നും പറ്റിയിട്ടില്ല. ബെഡി തന്നെ നടന്നില്ല. എടാ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടോന് ബെഡി നടക്കലല്ലേ ആവശ്യം? ഓന്റെ മാത്രം ഒപ്പഴല്ലേ കാണുക? അള്ളാന്റെ ഇഷ്ടപ്പെട്ട അടിമ നരകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 100 വട്ടം നടന്നാൽ അത്തിരി കൗതുകല്ലേ? അള്ളാന്റെ ഇഷ്ടപ്പെട്ട അടിമയുള്ള സയ്യിദുനാ ജിബ്രീൽ നടക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ എന്ത് ഒരു രോമം കഴിയും? നരകം സ്വർഗം വേണ്ടെന്നല്ല, അള്ളാഹ് നമുക്ക് സ്വർഗം തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഏത്? അതാണ് ഏത്? സ്വർഗം. അതുകൊണ്ടാണ് സ്വർഗം വേണ്ടത്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് നരക കൊടുക്കണമെങ്കിൽ നരകം അല്ലാണ്ട് ഇവിടെ വേണ്ട എന്താ പറയും? എന്താ വേണ്ടത് പറയും? എന്താ വേണ്ടത്? 40 പവൻ സ്വർണം കൊണ്ട് നമ്മളെ പെണ്ണുങ്ങൾ വന്ന് കെട്ടിച്ച് കിട്ടി. ഓളെ കട്ടിലിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കൂല. ആ പണ്ടൊക്കെ വാങ്ങിയിട്ട് രാവും പകലും അതിങ്ങനെ കഴിച്ച് അതിങ്ങനെ കണ്ട് അതിങ്ങനെ അതിമത്തെങ്ങനെ കൂടി. നല്ല ചുരുക്കുള്ള പണ്ടാണ്. അൽഹംദുലില്ലാ ഒരാവശ്യത്തിന് ഇപ്പോൾ പൈസ ആയല്ലോ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ നമുക്ക് എമ്പാടും ഇത് മതി. ഓളെ കട്ടിലിൻ്റെ ഭാഗത്ത് തിരിഞ്ഞ നോക്കില്ല. ഓളോട് ഇഷ്ടമല്ല. എന്തിനോടാണ് ഇഷ്ടം പറയടാ? ഓള് 100 പവൻ കൊണ്ടെന്ന് ഓളൊന്നും കൊണ്ടുവന്നില്ല. ഓളെ കാതിലും കഴുത്തിനും ഒക്കെ എന്താ പറഞ്ഞു, നിശ്ചയക്കാരോട് പോയപ്പോൾ നമ്മൾ വേക്കെന്ന് പറഞ്ഞു ഒക്കെയുള്ള പണ്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇമ ബേജാറാണ്ട് ഞങ്ങളതൊന്നും സംസാരിക്കണ്ടോ പറഞ്ഞു. ഓക്ക് 10 പൈസ കൊടുക്കാൻ കഴിയാത്ത തറവാടാണ്. ഓളെ വാപ്പ തൊഴഞ്ഞിക്കുന്ന കാലത്താണ് കല്യാണം. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഭാര്യയാണെന്ന് ആഗ്രഹമുണ്ട്. ഒരു സ്വാലിയാത്ത പെണ്ണാണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ കയ്യിലുള്ള പൈസ ഉണ്ടേ അങ്ങനെ ചെയ്യുന്നവരില്ലേ? ഓൾക്ക് കാതിർക്കും കയ്യക്കും അരിക്കും എന്തേ വാങ്ങി കൊടുക്കണവരില്ലേ? ഓളിങ്ങനെ വന്നു. ഈ പണ്ടോ ആര് തന്നെയാണ്? ബെൻ്റെ തന്നെയാണ്. ഈ നാളെ മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ മാസം ഒരാൾ എന്നോട് പറഞ്ഞു, കല്യാണത്തിലേക്ക് ഉറപ്പിച്ച പെണ്ണിന് പണ്ടപ്പമായി കൊടുത്തു. ആ പണ്ടം കൊണ്ട് ഈ പെണ്ണ് വേറൊരുത്തനൊപ്പം പോയി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഒരാള് ഇവൻ എന്ത് ചെയ്തു? ഞാൻ വിട്ടുതരാറുന്നു. ഓൻ്റെ അതാണ് എനിക്കിഷ്ടമെങ്കിൽ ഓൻ്റെ ഒപ്പം പോയാണ് നിക്കായത് ജീവിച്ചോ. നമ്മളെ ഒരാൾ, നമ്മളെ ദാറുൽ ഖുർആനെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ, തൃശ്ശൂർ ജില്ലക്കാരൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള്, ഓനോളെ ഇഷ്ടമാണ്, ഓളെ സന്തോഷം. അവൻ പ്രേമിച്ച ഒരാളാണ്. ഓളെ തറവാട്ടിൽ പൈസ ഇല്ല. പണ്ടൊക്കെ വാങ്ങിക്കൊടുത്ത് കെട്ടാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? വേറൊരുത്തനും അതാണ് എനിക്ക് ഇഷ്ടം പറഞ്ഞു. ആയിക്കോട്ടെ, പണ്ടൊന്നും തിരിച്ചു തരണ്ട, എനക്കതാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, ഇശി പോയി ജീവിച്ചോ, നിക്കായിട്ടാണ് നല്ല എനിക്ക് നിങ്ങൾ കഴിഞ്ഞു കൊടുക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ മനുഷ്യന്മാര്. കാരണം അയാളെ ഇഷ്ടം എന്താ? പണ്ടല്ല, അയാളെ ഇഷ്ടം. പണ്ട് കഴിച്ചൊന്നും വരെ പറഞ്ഞില്ല. കൊണ്ടുപോയിക്കോ, ഇത് ഭംഗിയായി ജീവിച്ചോ, എനിക്ക് നീ സന്തോഷമായി ജീവിക്കണം. ഇന്റെ അടുത്തല്ല മറ്റൊന്റെ അടുത്താണെങ്കിൽ നിക്കായത് നിങ്ങൾ എല്ലാവർക്കും ജീവിച്ചോളി, എനിക്ക് സന്തോഷമാണ്. എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമാണ്, അല്ല പണ്ടല്ല. ഒരു അടിമയുടെ ഇഷ്ടം ആരിഷ്ടമാണ്? ഒരു അടിമയുടെ ഇഷ്ടം ആരിഷ്ടമാണ്? അള്ളാഹിന് ഇഷ്ടം. അള്ളാഹ് ഇഷ്ടപ്പെട്ട് തരുന്ന സ്വർഗ്ഗമായതുകൊണ്ട് കോപിച്ച് തരുന്നതാണ് നരകം, ഇഷ്ടത്തിൽ തരുന്നതാണ് സ്വർഗം. അപ്പൊ നമുക്ക് എന്ത് വേണം? സ്വർഗം വേണം. എന്തേ? നമുക്ക് എന്താ വേണ്ടത്? ഇഷ്ടം. പിന്നെ ഒരുത്തൻ ഗൾഫ് പോയി തിരിച്ചു വരാൻ ഒരുങ്ങുന്ന നേരത്തെ കുടുംബക്കാരൊക്കെ വരും. പറയാം, എന്താ പറയാ, ഇജ് പോന്നാ എങ്ങനെ ഇവിടെ ജീവിക്കുക? ഞങ്ങൾ തന്നെ ഓട്ടോറിക്ഷ കൂട്ടിയിട്ട് ഒന്നും ഒക്കണില്ല, ഇജ് അവിടെ തന്നെ നിന്നോ, എന്നെ കൊണ്ടാ അപ്പൊ കഞ്ഞി കുടിച്ച് പോണത്, ഇജ് അവിടെ തന്നെ നിന്നോ, അടുത്ത നിന്നോ. എൻ്റെ പെണ്ണുങ്ങൾ എന്താ പറയാ, നിങ്ങൾ പോന്നോളി, ഞമ്മക്ക് കാടതാണെങ്കിലും ഞമ്മക്ക് എന്താണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും നമുക്ക് ഉള്ള കഞ്ഞി നോക്കി കുടിച്ച് നമ്മൾക്ക് ഒരു പായി കടന്നുറങ്ങാം, ബേജാറാണ്, നിങ്ങൾ പോരി. ഓനിഷ്ടായിരിക്കാണ്, അവനെ ഇഷ്ടമാർക്കാണ്, അവൾക്ക് മറ്റവർക്ക് ഇഷ്ടം എന്താ? ഇതാണ്. ഇതിന് പല പേരുണ്ട്. ചില നാട്ടിൽ വീരാൻകുട്ടി എന്നറിയും, മനസ്സിലായി? മനസ്സിലായി തന്നെ. ചില നാട്ടിൽ വീരാൻകുട്ടി അറിയും, ചില നാട്ടിൽ കോട്ടയം ബൈക്കൊക്കെ കൊച്ചു തോമാന്നറിയും, മലപ്പുറം ജില്ലയിൽ വീരാൻകുട്ടി അറിയും. ഇതിനെ അതെ, അത്രയാണ്. അപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ആരാണ്? നമ്മളെ വിഷയം റബ്ബ്. റബ്ബ് റബ്ബ് അല്ലാഹു തആല. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. അത് തലക്ക് ഒന്നും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല.